ടു ലേൺ വൈസ് നമ്മൾ ഇന്ന് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന പേപ്പറിലെ ബ്ലോക്ക് 1-ലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഇസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇറ്റ്സ് ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന യൂണിറ്റ്. ഈ ഒരു യൂണിറ്റിലെ മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന ഫീൽഡിനെ കുറിച്ച് കൂടുതലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യുക. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഫീൽഡിന്റെ ഗോൾസ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ്, സിമിലർലി OB എന്ന് പറയുന്ന ഫീൽഡ് ഇന്ത്യയിൽ എങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ അതിനെ ക്രിട്ടിക്കലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ്. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് എ ഫീൽഡ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ OB എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഓർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, അതിന്റെ സ്ട്രക്ചർ, ക്ലൈമറ്റ്, എൻവയൺമെന്റ്, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ് OB എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളൊരു ഓർഗനൈസേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിന്റെ ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഒരാള് വളരെ അഗ്രസീവ് ആയിട്ട് പെരുമാറി, വളരെ ദേഷ്യപ്പെട്ട് ബോസിനോട് അല്ലെങ്കിൽ മാനേജറിനോട് പെരുമാറുന്നതായിട്ട് കണ്ടു. സോ ഈ ബിഹേവിയർ എന്ന് പറയുന്നത് അത് ആളുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെയും അലോങ് വിത്ത് ദാറ്റ് വർക്ക് ചെയ്യുന്ന എൻവയൺമെന്റിന്റെയും ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ഒരാൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്. ദാറ്റ് ഇസ് ബിഹേവിയർ ഇസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് P, E. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈ പറഞ്ഞ പോലെ ഒരാൾ വളരെ അഗ്രസീവ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ ഒരാളുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിനൊരു ഡോമിനന്റ് ഫാക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. ആള് വളരെ അഗ്രസീവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ജനറ്റിക് ട്രേറ്റ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ ആള് ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ചുറ്റുള്ള എൻവയൺമെന്റും ഇതിനൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അവിടെ ഉള്ളൊരു ഓർഗനൈസേഷണൽ കൾച്ചർ അങ്ങനെയാണ്, ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള, തീരെ ഒരു പേഴ്സണൽ സ്പേസ് ഒന്നും കൊടുക്കാത്തത് കാരണമാണ് അങ്ങനെ നമുക്ക് വിചാരിക്കാം. സോ ഒരാളൊരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലസ് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്. സോ ഈ ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ആളുടെ ഉള്ളിൽ കിടക്കുന്ന ജനറ്റിക് ആയിട്ടുള്ള ട്രേറ്റുകൾ, അതുപോലെ തന്നെ പാസ്റ്റ് ആയിട്ട് ഉള്ളവരുടെ എക്സ്പീരിയൻസിലൂടെ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളുമാണ് ബേസിക്കലി പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. സിമിലർലി എൻവയൺമെന്റൽ കോണ്ടെക്സ്റ്റിൽ വരുന്നതാണ് ആ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചർ, സ്ട്രക്ചർ, അല്ലെങ്കിൽ അവിടെ ആ ഓർഗനൈസേഷനിൽ ആ ജോലിന്റെ ഒരു നേച്ചർ, മാനേജ്മെന്റ് സ്റ്റൈൽ, ഇതൊക്കെ എൻവയൺമെന്റൽ കോണ്ടെക്സ്റ്റിന്റെ കീഴിൽ വരുന്നതാണ്. സോ ബേസിക്കലി B is a function of P, E, personal characteristics plus environmental factors. Coming to the definition of organizational behavior, പറയുന്ന പോലെ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആസ് എ ഹോൾ, അതിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ അവിടുത്തെ ഒരു കൾച്ചർ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പ്സിന്റെ, ഇൻഡിവിജ്വൽസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഫീൽഡാണ് OB എന്ന് പറയുന്നത്. സോ അതിന്റെ സ്കോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ മൈക്രോ ലെവലിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. മാക്രോ ലെവലിൽ നോക്കുന്ന സമയത്ത് അവിടുത്തെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ കൾച്ചറിനെ കുറിച്ചും സ്ട്രാറ്റജിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഈ രണ്ട് ലെവലിലും അതിന്റെ ഒരു സ്കോപ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു എംപ്ലോയിനെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാം, എംപ്ലോയി എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ മിസ്റ്റേക്സ് വരുന്നുണ്ട്, അവിടുത്തെ സ്ട്രക്ചർ ചേഞ്ച്, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫീൽഡാണ് OB എന്ന് പറയുന്നത്. Coming to the key definitions, Hugh in 1971 he says it's a study of structure, functioning, performance of organization and behavior of individuals and groups. Okay, ഇത് മൂന്നും വായിച്ചിട്ട് കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയാ, കോമൺ ആയിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് പറയാം. ഗ്രീൻബർഗ് ആൻഡ് ബാരൻ പറയുന്നത് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ്സസ് ഇൻ ദ വർക്ക് പ്ലേസ്. സിമിലർലി റോബിൻസ്, ജഡ്ജ് ആൻഡ് സാക്കി സേസ് the study of impact of individuals, groups and structural behavior that improve organizational effectiveness. So common ആയിട്ട് ഈ മൂന്ന് ഡെഫിനേഷൻസും പറയാൻ ശ്രമിക്കുന്നത്
ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടും അതിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടും ഇൻഡിവിജ്വൽസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഫീൽഡാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നുള്ളതാണ്. സോ ഇറ്റ് വാസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഇൻ ടോട്ടാലിറ്റി പഠിക്കുന്നുണ്ട് മാക്രോ ലെവലിൽ. മൈക്രോ ലെവലിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ കുറിച്ചിട്ടും ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കമ്മിങ് ടു ദ കോമൺ ആസ്പെക്ട്സ് ഓഫ് OB. അപ്പൊ നമ്മൾ ഈ ഒരു ഡെഫിനേഷൻസ് ഒക്കെ നോക്കിയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി. സിസ്റ്റമാറ്റിക് സ്റ്റഡി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സിസ്റ്റമാറ്റിക് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി അതിൽ വളരെ സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഇൻഡിവിജ്വലിനാണെങ്കിലും ഗ്രൂപ്പിനെ ആണെങ്കിലും ഓർഗനൈസേഷനെ ആണെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുള്ളതാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയന്റിഫിക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ വളരെ അക്യുറേറ്റ് ആയിട്ട് വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഗോൾസ് ഉണ്ട്. ഗോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അപ്കമിങ് സ്ലൈഡ്സിൽ. ദാറ്റ് ഇസ് ഡിസ്ക്രൈബ്, അണ്ടർസ്റ്റാൻഡ്, പ്രെഡിക്റ്റ്, കൺട്രോൾ ബിഹേവിയർ എന്നുള്ളത്. അത് ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കുന്നുണ്ടാവും. ആൻഡ് കൂടുതലായിട്ടും ഒരു ഡിസ്ക്രിപ്റ്റീവ് ടേമിലാണ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്, പ്രിസ്ക്രിപ്റ്റീവ് അല്ല. അതായത് ഇനി എന്ത് ചെയ്യണം, അതായത് ഇന്ന മാറ്റങ്ങൾ വരുത്താം എന്നുള്ള പ്രിസ്ക്രിപ്റ്റീവ് ടേമിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഫോമിലാണ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് OB എന്ന് പറയുന്ന ഫീൽഡ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തത് 3 ലെവൽസിലാണ് ഇതിന്റെ അനാലിസിസ് വരുന്നത്. ഒന്ന്, ഇൻഡിവിജ്വൽ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിന്റെയും വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടിവേഷൻ, ഇന്റലിജൻസ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സെക്കൻഡ് ലെവലാണ് കുറച്ചുകൂടി വലുതായിട്ടുള്ള ഗ്രൂപ്പ് ലെവൽ. അവിടെ ഒബ്വിയസ്ലി കുറെ ടീംസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ടീം ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി വിങ് ഉണ്ടാവും. അപ്പം അവിടെ ഏത് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്, ഗ്രൂപ്പ് തമ്മിൽ ഏത് തരം ഡൈനാമിക്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇന്റർപേഴ്സണൽ റിലേഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. ആൻഡ് തേർഡ് ലെവലാണ് വളരെ മാക്രോ ലെവലിൽ ഓർഗനൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ദാറ്റ് ഇസ് ഓർഗനൈസേഷന്റെ കൾച്ചർ, സ്ട്രക്ചർ, അവിടെയുള്ള പ്രോസസ്സസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ആൻഡ് തേർഡ് തിങ് ഈസ് ദാറ്റ് ഇസ് ബേസിക് ആൻഡ് അപ്ലൈഡ് നേച്ചർ. 2 തരത്തിലുള്ള അപ്രോച്ചസ് നമുക്ക് ഫോളോ ചെയ്യാം. ഒന്ന് ബേസിക്കും മറ്റത് അപ്ലൈഡും. ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി OBയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിലേക്ക് കുറച്ചും കൂടി സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പല റിസർച്ചസും ആണെങ്കിൽ അതിന്റെ ബേസിക് അപ്രോച്ച് എന്നാണ് പറയാം. ഓക്കെ, ഇപ്പൊ OBയിൽ കുറെ തിയറീസ് ഉണ്ട്. അതിലേക്ക് ഒരു തിയറിയും കൂടി ഇത് ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, അപ്പൊ അങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് ഒരു തിയറി നമ്മൾ ആഡ് ഓൺ ചെയ്യും. സോ ദാറ്റ് ഇസ് എ ബേസിക് അപ്രോച്ച്. അപ്ലൈഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കമ്പനിയിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇപ്പൊ അവിടെ ഒരു സൊല്യൂഷൻ വേണം. ഓക്കെ, സോ ഇമീഡിയറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു അപ്രോച്ചാണ് അപ്ലൈഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഈ തരത്തിൽ 2 അപ്രോച്ചസ് ആണ് വരുന്നത്, ബേസിക് വെർസസ് അപ്ലൈഡ്. ഇനി കമ്മിങ് ടു ദി പ്രാക്ടിക്കൽ റെലവൻസ് ഓഫ് OB. അത് എന്താണ് ഈ ഒരു ഫീൽഡിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റെലവൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് തിങ് ഇസ് ഇറ്റ് ഹെൽപ്സ് ഫ്യൂച്ചർ ആൻഡ് പ്രാക്ടീസിങ് മാനേജേഴ്സ്. ഈ പറയുന്ന പോലെ നമുക്ക് ഒരു ഓർഗനൈസേഷനിലുള്ള ഒബ്വിയസ്ലി കുറെ ആളുകൾ കൂടിച്ചേരുന്ന സമയത്ത് അവിടെ ഗ്രൂപ്പ്സ് ഉണ്ടാവും, ലീഡർഷിപ്പ് ഉണ്ടാകും, ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉണ്ടാകും. അപ്പം വലിയൊരു ഓർഗനൈസേഷൻ റൺ ചെയ്ത് പോവുക എന്നുള്ളത് പറയുന്നത് ബേസിക്കലി വളരെ എന്താ പറയാ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ മാനേജേഴ്സിന് കുറച്ചും കൂടി വളരെ എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഹ്യൂമൻ ബിഹേവിയറിലെ കോംപ്ലക്സിറ്റീസ് മനസ്സിലാക്കി കൊടുക്കാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, ഹ്യൂമൻ റിലേഷൻസ് പ്രശ്നങ്ങൾ, അതായത് ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ടത് എന്താ പറയുക സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സിമിലർലി ഇപ്പോൾ ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു OB ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ്. പ്രാക്ടിക്കൽ റെലവൻസ് ഓഫ് OBയിൽ വരുന്ന ഫസ്റ്റ് തിങ്, മാനേജേഴ്സിന് കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ നല്ല രീതിയിൽ ഒരേ എന്താ പറയാ
ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, കമ്മിങ് ടു ദി ഗോൾസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾസ് നമ്മൾ ഡിസ്കസ് ഉണ്ടാവും എന്നുള്ളത്. സോ ബേസിക്കലി 4 ഗോൾസ് ആണ് OBയിൽ വരുന്നത്. ദാറ്റ് ഈസ് ഡിസ്ക്രൈബ്, അണ്ടർസ്റ്റാൻഡ്, പ്രെഡിക്റ്റ്, കൺട്രോൾ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സോ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു ആള്, സോ കോൾഡ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരാള് വളരെ ആൽക്കഹോൾ കഴിച്ചിട്ട് വന്ന് വളരെ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ബിഹേവിയറിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ആള് അവിടെ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതെങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രെസ് കോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി ഡിസ്ക്രൈബ് ചെയ്യാന്നുള്ളത്. ഇത് നമുക്ക് 3 ലെവൽസിൽ അഡ്രസ് ചെയ്യാം. അതായത് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ അഡ്രസ് ചെയ്യാം. അതായത് എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആള് ഇന്ന കാര്യം ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആൽക്കഹോൾ കഴിച്ച് വന്നിട്ട് ഓർഗനൈസേഷൻ ലെവലിൽ അതെങ്ങനെ ബാധിച്ചു, ആളുടെ ഇൻഡിവിജ്വൽ ലെവലിൽ ഇൻഡിവിജ്വൽ വർക്ക് എങ്ങനെ എഫക്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആളുടെ ഗ്രൂപ്പ് വർക്ക് എങ്ങനെ എഫക്ട് ചെയ്യപ്പെട്ടു. ഈ 3 ലെവൽസിൽ നമുക്ക് ഇതിനെ അഡ്രസ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യും. സെക്കൻഡ് തിങ് ഈസ് അണ്ടർസ്റ്റാൻഡ്. ഇയാൾ എന്തുകൊണ്ടാണ് ഇന്ന ബിഹേവിയർ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ഇത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. സോ ഇത് ബേസിക്കലി മാനേജേഴ്സിന് ഒരു അവയർനെസ് ആയിരിക്കും. ഓക്കെ, ഇത് ഇന്ന റീസൺ കൊണ്ടാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്, അല്ലാണ്ട് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല, അതല്ലെങ്കിൽ ഇയാൾ ഇങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ്. സോ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. തേർഡ് തിങ് ഇസ് പ്രെഡിക്റ്റ്. ഇയാൾ ഇനിയും ഈ ഒരു ബിഹേവിയർ കാണിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതുള്ളത്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും ഇത് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മേ ബി ദർ ആർ ചാൻസസ് ദാറ്റ് ഇത് ഉണ്ടാവാനുള്ള സാധ്യത ഇനി ഉണ്ടാവില്ല. അതല്ല, ഇത് എപ്പോഴും ഇങ്ങനെ ബിഹേവിയർ കാണിക്കാറുണ്ട് എന്നുള്ളതാണെങ്കിൽ ഇനിയും ഫ്യൂച്ചറിൽ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും കാണിക്കാം, കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും കാണിക്കാം. അതായത് ഒരു ഓർഗനൈസേഷനെ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇയാൾ എപ്പോഴും ഇങ്ങനെ ആൽക്കഹോൾ കഴിച്ചിട്ട് വരിക, ബാക്കിയുള്ളവർക്കൊരു വർക്കിന് തടസ്സം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത്. സോ ദ തേർഡ് തിങ് ഇസ് ഇതിന് ഫ്യൂച്ചറിൽ ഉണ്ടാവോ എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്തിട്ട് മാനേജേഴ്സിനെ അറിയിക്കും. ലൈക്ക് ദിസ് പേഴ്സൺ ഫിറ്റ് ആണോ, ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഫിറ്റ് ആണോ, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷണൽ ഫാക്ടർ കാരണം ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ എന്നുള്ളത്. ദ ഫോർത്ത് തിങ് ഇസ് കൺട്രോൾ. നമുക്കിത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇപ്പൊ ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കാരണമാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമുക്കൊരു പരിധി വരെ അതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്കണോമിക്കലി സാലറി കറക്റ്റ് ആയിട്ടുള്ള ടൈമിന് കൊടുക്കാത്തത് കാരണം ഉണ്ടായിട്ടുള്ള ഒരു റിസൾട്ട് ആണോ, അതല്ലെങ്കിൽ അപ്പം എന്താണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ്. So these are the 4 goals of organizational behavior, that is describe, understand, predict and control. Coming to the characteristics of field of OB today, first thing is seeks betterment of human resources. എപ്പോഴും OBന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസിനെ എപ്പോഴും ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ശ്രമിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ എംപ്ലോയീസ് മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക, അതിന് അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻ ഓർഗനൈസേഷന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുക, ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു ബെറ്റർമെന്റ് ആണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 തിയറീസ് ഉണ്ടായിരുന്നു, തിയറി എക്സും തിയറി വൈയും. രണ്ടും കോൺട്രഡിക്ടറി ആയിട്ടുള്ള തിയറീസ് ആണ്. സോ തിയറി എക്സ് സേസ് ദാറ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് വളരെ ലേസി ആയിട്ടുള്ള, വേറൊരാൾ എപ്പോഴും കൺട്രോൾ ചെയ്യേണ്ട, സൂപ്പർവിഷൻ ആവശ്യമായിട്ടുള്ള ആളുകളായിട്ടാണ് തിയറി എക്സിൽ വർക്കേഴ്സിനെ കാണുന്നത്. പ്യുവർലി മണി ഓറിയന്റഡ് ആയിട്ടുള്ള ലേസി ആയിട്ടുള്ള ആളുകളായിട്ട്. തിയറി വൈ സേസ് ആളുകൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് അച്ചീവ്മെന്റ് മോട്ടിവേഷനും എല്ലാമുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളുകളായിട്ടാണ് തിയറി വൈ മനുഷ്യനെ കാണുന്നത്, അല്ലെങ്കിൽ വർക്കേഴ്സിനെ കാണുന്നത്. സോ ഇങ്ങനെ 2 തിയറീസ് 2 കാലഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ മേജർലി തിയറി വൈ ആണ്. അതായത് ആളുകൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, അവർക്ക് അച്ചീവ്മെന്റ് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുത്താൽ മതി എന്നുള്ള ഒരു സാധനം മാത്രമാണ് ബേസിക്കലി നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. സോ ദിസ് ഇസ് വാട്ട് തിയറി എക്സ് വേഴ്സസ് തിയറി വൈ സേസ്. വ്യൂ ഓഫ് വർക്ക്, ആളുകൾക്ക് വർക്ക് ഇഷ്ടമല്ല, മാക്സിമം ആളുകൾ വർക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്.
തിയറി വൈ സേസ് വർക്ക് വളരെ നാച്ചുറൽ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. മോട്ടിവേഷൻ, ആളുകൾ തീരെ മോട്ടിവേറ്റഡ് അല്ല, നമ്മൾ ഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ പേടിപ്പിച്ച് പണിയെടുപ്പിക്കണം എന്നുള്ളത്. തിയറി വൈ സേസ് ആളുകൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണ്, കമ്മിറ്റഡ് ആണ്. റെസ്പോൺസിബിലിറ്റി, ആളുകൾ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തീരെ തയ്യാറല്ല എന്നുള്ളത്. ബട്ട് തിയറി വൈ സേസ് ആളുകൾ എപ്പോഴും റെസ്പോൺസിബിൾ ആണ്, ആംബിഷ്യസ് ആണ്. ക്രിയേറ്റിവിറ്റി, ആളുകൾ തീരെ ക്രിയേറ്റീവ് അല്ല, ലിമിറ്റഡ് എബിലിറ്റി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ബട്ട് തിയറി വൈ സേസ് ആളുകൾ ഭയങ്കര ക്രിയേറ്റീവ് ആണ്, കേപ്പബിൾ ആണെന്നുള്ളതാണ്. വർക്ക് ഗോൾസ്, തിയറി എക്സ് പ്രകാരം പറയുന്നത് ആളുകൾ വർക്ക് ചെയ്യുന്നത് മെയിൻലി ഫോർ മണി ആൻഡ് സെക്യൂരിറ്റി മാത്രമാണെന്നുള്ളതാണ്. ബട്ട് തിയറി വൈ സേസ് അങ്ങനെയല്ല, ആളുകൾക്ക് സെൽഫ് ഫുൾഫിൽമെന്റ് എന്നുള്ളത് കൂടി അത്യാവശ്യമാണ്, അച്ചീവ്മെന്റും ആവശ്യമാണെന്നുള്ളത്. മാനേജേഴ്സ് റോൾ, മാനേജറിന്റെ റോള് കൺട്രോൾ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, പണിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ തിയറി വൈയിൽ പറയുന്നത് മാനേജറിന്റെ റോൾ എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ആവുക, എംപവർ ചെയ്യുക, അവരിലൊരു ട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് വാട്ട് അബൌട്ട് തിയറി എക്സ് വേഴ്സസ് തിയറി വൈ. സെക്കൻഡ് വൺ ഇസ് യൂസിങ് കണ്ടിജൻസി അപ്രോച്ച്. നമുക്കറിയാം ഓരോ ഓർഗനൈസേഷനും പല രീതിയിലും ഡിഫറെൻ്റ് ആണ്. അവരുടെ ഒരു ഓർഗനൈസേഷൻ കൾച്ചർ വൈസ് ആണെങ്കിലും സ്ട്രക്ചർ വൈസ് ആണെങ്കിലും സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ് വൈസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സോ കണ്ടിജൻസി അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഓർഗനൈസേഷനും ഫിറ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് വേ എന്നുള്ളൊരു സംഭവം ഇല്ല. ഓരോ ഓർഗനൈസേഷനും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും കൊടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് യൂസിങ് എ കണ്ടിജൻസി അപ്രോച്ച്. ദാറ്റ് ഈസ് ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആണ്, ഓരോ ഓർഗനൈസേഷനും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പൊ എല്ലാ ഓർഗനൈസേഷനും ഒരേ രീതിയിൽ കാര്യങ്ങൾ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് അപ്ലിക്കബിൾ അല്ല. ഇപ്പൊ ഒരു കണ്ടിജൻസി അപ്രോച്ചാണ്. ദാറ്റ് ഈസ് എല്ലാ ഓർഗനൈസേഷനും അതിന്റെ കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ അവിടെ നമുക്കൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. വി ഹാവ് മൾട്ടി ഡിസിപ്ലിനറി ഫോക്കസ്. ഒ ബി എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോളജിന്റെ ഒരു സബ് ഫീൽഡ് മാത്രമായിട്ടല്ല, പകരം പല ഫീൽഡിൽ നിന്നുള്ള പല തിയറിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എടുത്തിട്ടാണ് നമ്മൾ ഒ ബിയിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ സൈക്കോളജി, മനുഷ്യ ബിഹേവിയറിനെ പഠിക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിയിൽ പല തിയറീസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിഹേവിയർ, കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ സൈക്കോളജിയിലെ പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇന്റർ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒക്കെ മനസ്സിലാക്കാൻ സോഷ്യോളജിയിലെ പല ആസ്പെക്ട്സും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആന്ത്രോപോളജി നമുക്കറിയാം, നമ്മുടെ ഒരു വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾ വളർന്ന നാട്ടിലൊരു കൾച്ചർ ആയിരിക്കും നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചർ. സോ ഒബ്വിയസ്ലി കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് മാച്ച് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ആന്ത്രോപോളജി എന്നുള്ളൊരു ഫീൽഡ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. സിമിലർലി എഞ്ചിനീയറിംഗ്, റൈറ്റ് ഫ്രം നമ്മളൊരു വീട് ഉണ്ടാക്കുന്നത്, നമ്മളെപ്പോഴും പറയാറുണ്ട് വീട് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ട് ആളുകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ആ ഒരു വീട് ഡിസൈൻ ചെയ്യാൻ. സിമിലർലി ഫ്രം ദ വെരി ബേസ്, ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യുന്നത് മുതൽ, ഇതിന്റെ കൺസ്ട്രക്ഷൻ മുതൽ, ഇന്റീരിയർ ഡിസൈനിങ് മുതൽ, എംപ്ലോയീസിന് എങ്ങനെ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാം, ആ തരത്തിൽ വേണം നമ്മുടെ വർക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ എഞ്ചിനീയറിംഗ് എന്നും പല കാര്യങ്ങളും നമ്മൾ അവിടെ ഡ്രോ ചെയ്യുന്നുണ്ട്. സിമിലർലി മെഡിസിൻ, അതായത് ഒരു ഓർഗനൈസേഷനിൽ ആളുകൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം, അവരുടെ മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മെഡിസിൻ എന്നുള്ള പല ആസ്പെക്ട്സും നമ്മളിവിടെ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ദ നെക്സ്റ്റ് സെഗ്മെന്റ് റെക്കഗ്നൈസസ് ഓർഗനൈസേഷൻ ആസ് ഓപ്പൺ സിസ്റ്റം. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഡൈനമിക് ആണ്, ക്ലോസ്ഡ് അല്ല. ഓക്കെ, നമ്മൾ പല ഇൻപുട്ടും കൊടുത്ത് ടെക്നോളജി ഉപയോഗിച്ച് പല ഔട്ട്പുട്ട് ആക്കിയിട്ട് മാറ്റുന്നു. സോ ഇതൊരു ചെയിൻ ഓഫ് ഈവൻസ് ആയിട്ട് നടന്നുകൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മളൊരു ഓർഗനൈസേഷനിൽ അവിടെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് പല ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ അവിടുത്തെ കോമ്പണൻസ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് കൊടുക്കുന്ന വർക്കുകൾ, സംഭവങ്ങളൊക്കെയാണ് ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു ടെക്നോളജി, മേ ബി ഒരു മെഷീനോ സംഭവങ്ങളോ ഉപയോഗിച്ച് അവരൊരു ഔട്ട്പുട്ട് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിന് എന്ത് ഫീഡ്ബാക്ക് കിട്ടുന്നു, ആളുകളുടെ സൈഡിൽ നിന്ന് എന്ത് ഫീഡ്ബാക്ക് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്കറിയാം എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ എല്ലാ വർഷവും ഒരു ഓർഗനൈസേഷൻ ഒരുപോലെ നിലനിന്ന് പോകണം എന്നില്ല. ഈ ഇൻപുട്ട് അല്ലെങ്കിൽ ഈ മനുഷ്യർക്ക് കൊടുക്കുന്ന ടാസ്ക്, മിഷൻസ് ഒക്കെ അവർ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ഔട്ട്പുട്ട് ആക്കി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആളുകളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിൽ പല മാറ്റങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഓർഗനൈസേഷൻ ചിലപ്പോൾ ഡൗൺ ആവാം, ഓർഗനൈസേഷന്റെ ഇൻകം കുറച്ചുകൂടി ഹൈ ആവാം, പ്രൊഡക്ടിവിറ്റി ഹൈ ആവാം, ഇതിലൊക്കെ മാറ്റങ്ങൾ വരും. സോ ഓർഗനൈസേഷൻ ഇസ് ലൈക്ക് വെരി മച്ച് ഡൈനാമിക്, ഒരു ക്ലോസ്ഡ് സിസ്റ്റം അല്ല. ഒരു ഓർഗനൈസേഷൻ എപ്പോഴും ഒരുപോലെ നിലനിൽക്കില്ല, അതിൽ ഡൗൺഫോൾ ഉണ്ടാവാം, ചിലപ്പം ഉയർന്ന് വരുന്ന സമയങ്ങൾ ഉണ്ടാവാം. സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട്
ഡൈനമിക് ആണെന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ദാറ്റ് ഇസ് നമ്മൾ പലതരം ഇൻപുട്സ് ഉപയോഗിച്ച് എൻവയൺമെന്റിലുള്ള പല ടെക്നോളജീസും ഉപയോഗിച്ച് ഒരു ഔട്ട്പുട്ട് ആക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഇവിടെ പല ടീച്ചേഴ്സും പല മെന്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവര് മേ ബി ലാപ്ടോപ്സ് ഓർ പല ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ആപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ മാക്സിമം കാര്യങ്ങൾ ഔട്ട്പുട്ട് ആക്കിയിട്ട് സ്റ്റുഡൻസിന് കൊടുക്കും. സ്റ്റുഡൻസ് നിന്ന് ചില വർഷം നല്ല ഫീഡ്ബാക്ക് ആയിരിക്കും, ചില വർഷം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടാവും, ചില വർഷം തീരെ റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. സോ ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. ഇറ്റ്സ് എ ഡൈനമിക് തിങ്സ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അല്ല, ഡൈനമിക് ആണ് എന്നുള്ളതാണ് പിന്നെ മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഓപ്പൺ സിസ്റ്റം തിയറി സേസ്. നൗ ദ ഫിഫ്ത് പോയിന്റ് ഇസ് ഇറ്റ് അഡോപ്റ്റ്സ് എ ക്രോസ് കൾച്ചറൽ അപ്രോച്ച്. അതായത് ഇതിൽ ഹോസ്റ്റിഡ് കൾച്ചറൽ ഡയമെൻഷൻ വെച്ചിട്ട് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ പല കൾച്ചറിലുള്ള ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും, പലതരം കൾച്ചറൽ ഡിഫറൻസസ് ഉള്ള ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടാവാം, വളരെ കളക്ടിവിസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ ജോയിന്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകൾ ഉണ്ടാവാം, മെസ്കുലിനിറ്റി ഫെമിനിറ്റി ഇതിന്റെ അടിസ്ഥാനത്തിൽ കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ലോങ് ടേം ഓറിയന്റേഷൻ ഷോർട്ട് ടേം ഓറിയന്റേഷന്റെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ബേസിക്കലി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഏത് സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ക്രോസ് കൾച്ചറൽ ആയിട്ടുള്ള ഡിഫറൻസസ് എപ്പോഴും ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു സൊല്യൂഷൻ നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് അഡോപ്റ്റ്സ് എ ക്രോസ് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് organizational behavior. Coming to the next topic, that is organizational behavior in the Indian context. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഫേസസ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് OB എന്ന് പറയുന്ന ഒരു ഫീൽഡ് വന്നിട്ടുള്ളത് എന്നുള്ളത് 3 ഫേസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. റെപ്ലിക്കേഷൻ ഫേസ്, അതുപോലെ തന്നെ disenchantment phase, and we have the integration phase. The first phase is replication phase. Replication എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോപ്പിയടി എന്നുള്ളത് പോലെ. അപ്പൊ 1960-കളിൽ മുതൽ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിൽ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന തിയറീസും മെത്തേഡ്സ് ഒക്കെ ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് യൂസ് ചെയ്ത സമയത്ത് വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ ഒരു കൾച്ചറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മിയറ്റ് 1967 പറയുന്നുണ്ട് ഇന്ത്യൻ കൾച്ചറിൽ കുറച്ചുകൂടി ബെറ്റർ ലീഡർഷിപ്പ് ആയിട്ട് തോന്നിയത് അതോറിറ്റേറിയൻ ലീഡർഷിപ്പാണ്. ഓക്കെ, അപ്പം അവിടെ ഈ ഒരു സ്റ്റഡി ചെയ്തപ്പോൾ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് ആയിരുന്നില്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സോ കൾച്ചറിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നത് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള അവിടെ ഉണ്ടായിരുന്ന തിയറീസും മെത്തേഡ്സും ഇവിടെ വന്നിട്ട് വളരെ എന്താ പറയാ ബ്ലൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യായിരുന്നു ആ ഒരു ടൈമിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഇസ് എ റെപ്ലിക്കേഷൻ ഫേസ്. പിന്നെയാണ് ഡിസെൻചാൻമെന്റ് ഫേസ്. അതായത് നമുക്കൊരു ഈ വെസ്റ്റേൺ മോഡൽസ് ഒന്നും ഓക്കെ അല്ല, നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് ഇത് ഓക്കെ അല്ല എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മാസ്ലോ കുറച്ച് തിയറീസ് ഉണ്ടായിരുന്നു. മാസ്ലോന്റെ തിയറി, ഹേഴ്സ്ബർഗിന്റെ 2 ഫാക്ടർ തിയറി, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ തുടങ്ങി. ഇതിലൊക്കെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. തിയറി എക്സ്, തിയറി വൈ, ഇതൊക്കെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയാണ്. സോ ഇതൊന്നും നമ്മുടെ ഒരു കൾച്ചറിന് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ആരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് നമ്മുടെ ഒരു റെസ്റ്റ് ഓർ റിലാക്സേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഭയങ്കരമായിട്ട് കൾച്ചറൽ ഡിഫറൻസ്. നമ്മൾ വെസ്റ്റേൺ സൈഡും ഈസ്റ്റേൺ സൈഡും നോക്കുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റിൽ ഭയങ്കരമായിട്ടുള്ള കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പം അവിടെയുള്ള ഒരു ഇവിടുത്തെ ഒരു കൾച്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള തിയറീസ് അല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷൻ ഗ്രോ ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആണ് ഡിസ്എൻചാൻമെന്റ് ഫേസ്. തേർഡ് ഫേസ് ആണ് ദാറ്റ് ഈസ് ദി ഇന്റഗ്രേഷൻ ഫേസ്. ഒരു അമാൽഗമേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, രണ്ടിന്റെയും അതായത് വെസ്റ്റേൺ തിയറീസ് എടുക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് നമ്മൾ ഇന്ത്യൻ വാല്യൂസ് കൂടി ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് എങ്ങനെ അതിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. സോ ചക്രവർത്തി 1991 കുറച്ച് ഇന്ത്യൻ സൈക്കോ സ്പിരിച്വൽ വാല്യൂസ് പറഞ്ഞിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് മുന്നോട്ട് വെക്കാൻ തുടങ്ങി. സിറിലി കാക്കർ 1978 എങ്ങനെയാണ് സൈക്കോ അനലിറ്റിക് ഫ്രെയിം വർക്ക് ബേസിക്കലി വെസ്റ്റേൺ തിയറിയാണ്. അപ്പൊ ആ ഒരു ഫ്രെയിം വർക്ക് എങ്ങനെ നമുക്ക് ഇന്ത്യൻ കൾച്ചറിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സൈക്കിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു.
അപ്പോൾ മെയിൻ ആയിട്ട് ഇന്റഗ്രേഷൻ ഫേസിൽ നടന്നിട്ടുള്ളത് വെസ്റ്റേൺ തിയറീസിനെ തന്നെ സ്വിച്ച് ചെയ്തു, പക്ഷെ ഇതിലേക്ക് ഇന്ത്യൻ വാല്യൂസിനെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ചക്രവർത്തി ആണെങ്കിൽ ഇന്ത്യൻ സൈക്കോ സ്പിരിച്വൽ വാല്യൂസ് അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. കക്കാർ സൈക്കോലറ്റിക് തിയറി ഇന്ത്യൻ കൾച്ചറിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. സോ ഇതാണ് ഇന്റഗ്രേഷൻ ഫേസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് OB എന്ന് പറയുന്ന ഫീൽഡ് ബേസിക്കലി ഇന്ത്യയിൽ വളർന്നു വന്നിട്ടുള്ളത്. നൗ കമ്മിങ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ചേഞ്ച് വരുന്ന വളരെ ഡൈനാമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നൊരു ഇതാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ അവിടെ ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ബെറ്റർ ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് ഡിസിഷൻസ് നമുക്ക് ഒഴിവാക്കാം, ആളുകളുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഡിസിഷൻസ് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ അവിടെ എപ്പോഴും ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് വളരെയധികം ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു OB എന്ന് പറയുന്ന ഫീൽഡിൽ ഫേസ് ചെയ്യുന്ന 4 ക്രിട്ടിക്കൽ ചാലഞ്ചസ് ആയിട്ട് നെൽസൺ ആൻഡ് ക്വിക്ക് 2003 പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഗ്ലോബലൈസേഷൻ, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാത്തിലും ഗ്ലോബലൈസേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് അപ്പോൾ വേറൊരു രാജ്യത്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നു, അവിടുത്തെ പല തിയറീസും നമ്മൾ ഇപ്പോഴും ഇവിടെ യൂസ് ചെയ്തു. സോ ഈ ഒരു കൾച്ചറൽ ഡിഫറൻസസ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതിനെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ ബിഗ് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ചാലഞ്ചാണ്. സിമിലർലി വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി, ഓരോ ഓർഗനൈസേഷനും ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരു 4-5 ഓർഗനൈസേഷൻ എടുത്താൽ അതിന്റെ ഡൈനാമിക്സ്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഏജ് ഗ്രൂപ്പ്, ജെൻഡർ, എത്തിനിസിറ്റി, ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. സോ ഇത് അഡ്രസ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ഒരു ചാലഞ്ചാണ്. ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, അതായത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടെക്നോളജിക്കലി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. AI ഒരു സമയമാണ്. സോ അതിനനുസരിച്ച് ആളുകൾ സ്വിച്ച് ചെയ്യുക, ആളുകൾ സ്മാർട്ട് ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നതും ഇതിനനുസരിച്ച് എങ്ങനെ നമുക്ക് വർക്ക് ഫോഴ്സിലെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും ഒരു ക്രിട്ടിക്കൽ ചാലഞ്ചാണ്. സിമിലർലി എത്തിക്കൽ ബിഹേവിയർ, ഒരു വർക്കിൽ ഈ പറയുന്ന പോലെ ബേസിക് ആയിട്ടുള്ള എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യും, ലൈക്ക് ഇന്റഗ്രിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ ബേസിക്കലി ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ 4 കാര്യങ്ങളാണ് ക്രിട്ടിക്കൽ ചാലഞ്ചസ് ആയിട്ട് OB എന്ന് പറയുന്ന ഫീൽഡിന്റെ മുമ്പിലുള്ളതായിട്ട് നെൽസൺ ആൻഡ് ക്വിക്ക് പറയുന്നത്. ഗ്ലോബലൈസേഷൻ, ഒരു ഓർഗനൈസേഷന് തന്നെ വർക്ക് ചെയ്ത പല ആളുകളുടെയും ഏജ്, ജെൻഡർ, എത്തിനിസിറ്റി, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് എത്തിക്കൽ ബിഹേവിയർ. കമ്മിങ് ടു ദ സ്കോപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഈ പറഞ്ഞ പോലെ ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓർഗനൈസേഷന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവിടെയുള്ള ആളുകളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഒക്കെ കുറച്ചുകൂടി നല്ലതായിരിക്കും. എംപ്ലോയീസിന്റെ നീഡ്സ്, മോട്ടിവേഷൻ ഒക്കെ നമുക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സിമിലർലി ഒരു ഓർഗനൈസേഷനിൽ പല ഗ്രൂപ്പ്സ് ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി ടീം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അക്കാഡമിക് വിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ്, ലീഡർഷിപ്പ് സ്റ്റൈൽസ് മനസ്സിലാക്കാനും അത് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സിമിലർലി ഒരു ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സും കമ്മ്യൂണിക്കേഷൻ. ഇത് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് ക്യാൻ ബി വെരി ഹെൽപ്ഫുൾ. സിമിലർലി എംപ്ലോയീസിന് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് എൻവയറമെന്റും ഓർഗനൈസേഷണൽ ഡിസൈനും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള സ്കോപ്പാണ്. ദെൻ വി ഹാവ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതായത് എപ്പോഴും നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന ഒരു 2 ആളുകളാണ്, എംപ്ലോയീസും പവറിലുള്ള ആളുകളും. ഇതെങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സിമിലർലി ഓർഗനൈസേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ഓരോ മാസം കൂടുമ്പോഴും വലിയ വലിയ ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. ഇതിനായിട്ട് ആളുകൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓർഗനൈസേഷൻ സൈക്കോളജിസ്റ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ. സിമിലർലി ഈ പറഞ്ഞ പോലെ എംപ്ലോയേഴ്സും തമ്മിലുള്ള റിലേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ്, എഫക്റ്റീവ്നെസ്, അതിലുള്ള ആളുകളുടെ സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഓർഗനൈസേഷണൽ ബിഹേവിയർ ഇസ് ഗോയിങ് ടു ബി വെരി ഹെൽപ്ഫുൾ എന്നുള്ളതാണ്. ഓക്കെ,
Now, ഇത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും, വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഓർഗനൈസേഷൻ ലെവലിൽ എങ്ങനെയാണ് അവരുടെ സ്ട്രെസ് കുറക്കാം, എംപ്ലോയി റിലേഷൻഷിപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഓർഗനൈസേഷന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് എംപ്ലോയീസിന് എന്താ ചെയ്യുക, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇതൊക്കെ ബേസിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ബ്രോഡർ ലെവലിൽ സംസാരിക്കുന്ന സമയത്ത് ഇത് ഈ പറയുന്ന പോലെ മാനേജേഴ്സിനെ മാത്രമല്ല, അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിനെ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിന് വേണ്ടിയിട്ട് വോയിസ് ഔട്ട് ചെയ്യാനൊക്കെ ബേസിക്കലി ഒരു ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന ഫീൽഡ് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത് എല്ലാതരം ഓർഗനൈസേഷനും ആപ്ലിക്കബിൾ ആണ്. വെദർ ഇറ്റ് ഇസ് ഗവൺമെന്റൽ ഓർഗനൈസേഷണൽ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആവട്ടെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, ഹെൽത്ത്, മിലിറ്ററി, റിലീജിയൻ, പൊളിറ്റിക്സ്, ഇവിടെ ഒക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓർഗനൈസേഷനിലും ഒബിയസ്ലി ആളുകളാവുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻസ് ചെയ്യേണ്ടി വരും, ആളുകളുടെ റൈറ്റ്സിന് വേണ്ടി സംസാരിക്കേണ്ടി വരും. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ബേസിക്കലി ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഫീൽഡ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ അത് കാരണം ഓർഗനൈസേഷൻസിന് ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. ഓർഗനൈസേഷൻസിന്റെ ഭാഗത്ത് നിന്ന് മാറ്റങ്ങൾ വരുന്ന സമയത്ത് എംപ്ലോയീസ് മാക്സിമം പ്രൊഡക്റ്റീവ് ആവും. ആൻഡ് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡക്റ്റീവ് ആവുന്ന സമയത്ത് അത് ഓർഗനൈസേഷൻ പ്രൊഡക്ടിവിറ്റിക്കും എൻഹാൻസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദിസ് പെർട്ടിക്കുലർ യൂണിറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ബേസിക്കലി ഈ ഒരു സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. The first question is describe the goals of organizational behavior. ഇപ്പൊ ഞാൻ പറഞ്ഞു ഡിസ്ക്രൈബ്, അണ്ടർസ്റ്റാൻഡ്, പ്രെഡിക്റ്റ്. ഇപ്പൊ ജസ്റ്റ് ആ ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾ, അപ്പം അല്ലെങ്കിൽ ഒരു ദിവസം ആൽക്കഹോൾ കഴിച്ചിട്ട് ഓർഗനൈസേഷനിലേക്ക് വരുന്ന ആളെ കുറിച്ച് ആലോചിച്ചാൽ മതി. ആദ്യം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും, എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും, ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കും, ആൻഡ് ഫൈനലി കൺട്രോൾ എന്നത്. Then we have described the phases of evolution of organizational behavior in India. Explain the characteristic of field of organizational behavior today. ഫേസസിൽ നമ്മൾ 3 ഫേസസ് പറഞ്ഞു. ആ 3 ഫേസസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് വി സെഡ്, റെപ്ലിക്കേഷൻ ഫേസ്, അതുപോലെ തന്നെ ഡിസെൻചാൻറ്റ്മെന്റ് ഫേസ്, ഡിസെൻറ്റിഗ്രേഷൻ ഫേസ് ആൻഡ് ഡിസെൻചാൻറ്റ്മെന്റ് ഫേസ്. ആദ്യം വെസ്റ്റേൺ തിയറീസ് അതുപോലെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യായിരുന്നു. പിന്നെ അതിലൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വന്നു. പിന്നെ ഇന്ത്യൻ വാല്യൂസ് രണ്ടും കൂടി ഇൻകൾക്കേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. ആൻഡ് ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഓർഗനൈസേഷൻ ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്. കുറച്ച് പോയിന്റ്സ് യു ക്യാൻ ഹാവ് എ ലുക്ക് ഇൻ ദാറ്റ്. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് OB നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. 6 ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, കണ്ടിജൻസി അപ്രോച്ച് ആണ് യൂസ് ചെയ്യുന്നത്, മൾട്ടി ഡിസിപ്ലിനറി ഫോക്കസ്, ഓർഗനൈസേഷൻ ഒരു ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് കാണുന്നത്, അതുപോലെ തന്നെ ക്രോസ് കൾച്ചറൽ അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ മോഡ്യൂൾ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് യൂണിറ്റ്. അടുത്ത യൂണിറ്റുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ, താങ്ക് യു.